എന്താണ് ട്രീറ്റ്മെൻറ്റ് അഥവാ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്? നേരത്തെ റൂട്ട് കനാൽ ചെയ്ത ഒരു പല്ലിന് വേദനയോ വീക്കമോ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചികിത്സയാണ് ട്രീറ്റ്മെൻറ്റ്. അതായത് നമ്മൾ റൂട്ട് കനാൽ ചികിത്സയിൽ എന്താ ചെയ്യുന്നത്? പല്ലിൻ്റെ വേരിൻ്റെ അകത്തുള്ള പൾപ്പ് അഥവാ മജ്ജ എല്ലാം എടുത്തു കളഞ്ഞ് അത് ഡിസിൻഫെക്റ്റ് ചെയ്ത് എത്ര വേരുണ്ടോ അതെല്ലാം നോക്കി അടയ്ക്കുകയാണ് ചെയ്യുന്നത്. വേരങ്ങനെ അടച്ചതിന് ശേഷം പല്ലിൻ്റെ മോൾ ഭാഗമായ ക്രൗൺ ആ പോർഷൻ്റെ അകത്തും നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നു. അതിനുശേഷം ഈ ക്രൗൺ അഥവാ ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കും. ഈ പല്ലിൻ്റെ മുകളിൽ റാപ്പ് ചെയ്തിട്ട് പല രീതിയിലുള്ള പെർമനൻറ്റ് റെസ്റ്റോറേഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ക്യാപ്പ് ചെയ്യും, ഇൻലേ, ഓൺലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ പല്ലിൽ നിന്ന് തന്നെയാണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പലപ്പോഴും മറ്റ് പല്ലിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഈ പല്ലിൻ്റെ ആണെന്ന് തോന്നിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ഈ ക്രൗൺ നമ്മൾ നേരെ തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ പോകേണ്ടി വരും. അതായത് അവസാനം ഇട്ട ക്രൗൺ അഥവാ ക്യാപ്പ് റിമൂവ് ചെയ്യുകയോ അതിനൊരു ഹോൾ ഇട്ടോ ചെയ്തിട്ട് അകത്തോട്ട് എൻ്റർ ചെയ്യണം. പിന്നെ അതിൻ്റെ മുകളിലെ പോർഷനിലൊരു ഫില്ലിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഫില്ലിംഗ് നമ്മൾ റിമൂവ് ചെയ്ത് വേരിലേക്കും നമ്മൾ എൻ്റർ ചെയ്യണം. വേരിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അകത്ത് ഡിസിൻഫെക്റ്റ് ചെയ്ത് അടച്ചേക്കുന്ന പോർഷനിലുള്ള ഫില്ലിങ്സ് എല്ലാം റിമൂവ് ചെയ്യണം. അത് വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. എക്സ്പെർട്ടൈസ് വേണ്ടതാണ്. ഇതിന് തന്നെയായിട്ടൊരു സ്പെഷ്യാലിറ്റി തന്നെയുണ്ട്, എൻഡോഡോണ്ടിക്സ് എന്ന് പറഞ്ഞിട്ട്. ആ സ്പെഷ്യലിസ്റ്റ് മുഖേന ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളോ അതിൽ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് ഡിസിൻഫെക്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വീണ്ടും അടയ്ക്കുന്നത്. അപ്പോൾ ഒരു സിറ്റിങ്ങിൽ തന്നെ സാധാരണ റൂട്ട് കനാലൊക്കെ തീർക്കാൻ പറ്റുമെങ്കിൽ ഇതിന് മൾട്ടിപ്പിൾ സിറ്റിങ്സ് വേണ്ടി വരും, പഴുപ്പ് അത്രയും മാത്രം ഉള്ളതിനാൽ. ചിലരാണെങ്കിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഈ റൂട്ട് കഴിഞ്ഞിട്ട് പല്ലിൻ്റെ താഴത്തുള്ള മജ്ജയിലേക്കോ പല്ലിൻ്റെ താഴെയുള്ള ബോണിലേക്കും മോണയിലേക്കെല്ലാം ഇതിറങ്ങാം. അങ്ങനെയുള്ളവരിൽ കുറച്ചധികം ടൈം എടുത്തിട്ടായിരിക്കും ഇത് തീർക്കുന്നത്. പല സിറ്റിങ്ങിലും നമ്മൾ അതിൻ്റെ അകത്ത് മെഡിസിൻസ് നിറച്ച് വെക്കും. ഈ വേരിൻ്റെ അകത്ത് എവിടേക്കാണോ ഇൻഫെക്ഷൻ ഇരുന്നത്, എവിടേക്കാണോ ഫില്ലിംഗ് ഇരുന്നത്, അതെല്ലാം നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് ഇനി ചെയ്യാനുള്ള കറക്ഷൻ വർക്കെല്ലാം അകത്ത് ചെയ്തതിന് ശേഷം ഈ പെർട്ടിക്കുലർ ഏരിയയിലെല്ലാം നമ്മൾ മെഡിസിൻ പാക്ക് ചെയ്ത് വെക്കും. ഇതൊരു 7 ദിവസം തൊട്ട് 21 ദിവസം വരെ പാക്ക് ചെയ്ത് വെച്ച് പല്ലിൻ്റെ ചുറ്റുമുള്ള പഴുപ്പ് കുറയാനായിട്ട് നമ്മൾ സമയം കൊടുക്കും. ഇമ്മ്യൂണോ കോംപ്രമൈസ് അഥവാ ഈ ഹൈലി ഡയബറ്റിക് അങ്ങനെയുള്ള സിസ്റ്റമിക് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിൽ കുറച്ച് അധികം ടൈം എടുത്തേക്കാം. അധികമായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ഡ്രസ്സിങ്സ് കൊടുക്കേണ്ടി വരും. ഈ പല്ലിൻ്റെ അകത്ത് നമ്മളൊരു മുറിവിന് ഡ്രസ്സിങ് മാറ്റി വെക്കുന്ന പോലെ റൂട്ട് കനാലിൻ്റെ അകത്തും ഡ്രസ്സിങ് മാറ്റി വെച്ച് ആ പഴുപ്പ് ഉണക്കിയെടുത്ത് സിംറ്റംസ് മാറിക്കഴിയുമ്പോൾ, അതായത് സിംറ്റമാറ്റിക് എന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് ആ പല്ലാവും. നിങ്ങളുടെ വേദന കുറഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് വളരെ സ്റ്റെറൈലായ രീതിയിൽ വീണ്ടും റൂട്ട് കനാൽ തീർക്കുകയാണ് ചെയ്യണേ. അതിനുശേഷം നേരത്തെ ചെയ്തത് പ്രകാരം നമ്മൾ അതിൻ്റെ മുകളിലും ഒരു ഫില്ലിംഗ് നന്നായിട്ട് കൊടുത്ത് വീണ്ടും ഒരു കവർ ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചികിത്സ ചെയ്യുന്നത്. ഇതിന് എത്ര ടൈം വേണ്ടി വരും? ഇതിന് ഒരു അപ്പോയിൻമെൻറ്റ് കൂടുതൽ ഏറ്റവും മിനിമം വേണ്ടി വരും. ചിലവും മറ്റ് റൂട്ട് കനാലിനേക്കാളും കൂടുതലായിരിക്കും ഈ ഒരു ചികിത്സയ്ക്ക്. കാരണം വളരെ ചെറിയ മജ്ജ ഇരുന്ന പൾപ്പ് ഏരിയ അത് മുഴുവൻ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ആദ്യം ചെയ്തതിലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് വളരെ നേർത്ത ഒരു ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഫില്ലിംഗ് നമ്മൾ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ആ റൂട്ട് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിൽ അത് അടയ്ക്കേണ്ടതുണ്ട്. ഇതാണ് ട്രീറ്റ്മെൻറ്റ് എൻഡോഡോണ്ടിക്സ്.